എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭിക്ഷാടന മാഫിയയ്ക്കെതിരെ ഊണും ഉറക്കവും ഉളച്ച് നടക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് ജെയിംസ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ. അദ്ദേഹം ഇപ്പോൾ ഭിക്ഷാടന മാഫിയയെ കയ്യോട് പിടികൂടുന്ന വീഡിയോയാണ്. ഇദ്ദേഹം ഇതിനു മുമ്പും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫുൾ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാവണം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇളങ്കുന്നപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു കുഞ്ഞിനെ പട്ടാപ്പകല് ഒരു നാടോടി സ്ത്രീ വന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരാവേ. കുട്ടിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടോ, ആ സ്ത്രീയുടെ ഫോട്ടോ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വീഡിയോ ഫോട്ടോ വേണ്ടാം, സ്ത്രീയെ തപ്പി ഇറങ്ങാൻ വേണ്ടി പോകും. 500 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ അവർ നാട് വിട്ട് പോകും? നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരു മലയാളിയുടെ വീട്ടിൽ കയറി കുഞ്ഞിനെ പച്ചയ്ക്ക് പട്ടാ പോലെ പിടിച്ചോണ്ട് പോകുന്നത് നടക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒരു കാര്യം എടുത്ത് പറയാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഫോണിന് ശബ്ദം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോരെങ്കിൽ റൂമിൽ രാത്രിയാണിപ്പോൾ നല്ല കൊതുകും ചൂടും ഒക്കെയാണ്. അപ്പോൾ ഫാൻ കിടപ്പുണ്ട്, എല്ലാ മുറികളിലും ഫാൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ തർജിമ ചെയ്ത് തരുന്നതായിരിക്കും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എനിക്കല്ലേ ഒരു 1.5 വയസ്സുള്ള കുട്ടിയാണ്. അയാള് പാല് കൊടുത്ത് ഫീഡ് ചെയ്തിട്ട് ഞാൻ ഉറക്കണേന് റൂമില്. കൊച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വാതിലടിച്ചിട്ടിട്ടാണ് സാധാരണ ഉറക്കാറ്, അല്ലെങ്കിൽ ഞാൻ ശല്യപ്പെടുത്തുമല്ലോ. അപ്പൊ കൊച്ചി പറഞ്ഞ് അമ്മ പാലെടുക്കണ്ട, എനിക്ക് പേടിയാവണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാല് ഫ്രണ്ടിന്റെ വാതിൽ അതും അടച്ചിടാം. ഇവിടെ അമ്മയുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. അമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് അപ്പൊ ഞങ്ങളുള്ളൂ. പിന്നെ ഒരു പ്രായമുള്ള ഒരു അമ്മ വേറെ. ഞങ്ങൾ വാതിൽ അടിച്ചിട്ടാണ് കൊച്ചിനിരുത്തിയത്. കുറച്ചു നേരം എന്റെ മുറിയിൽ കിടന്ന് കൊച്ചിനുറക്കും. അത് വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞ അമ്മ വാതിൽ അടക്കണ്ട, എനിക്ക് പേടിയാവും, കുഞ്ഞാണല്ലോ. ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ചിനെ കഴിഞ്ഞപ്പോ ആട് ഓടി വന്നേക്കണേണ് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചു. അമ്മ അത് കരയണല്ല, വെപ്രാളം പിടിച്ചിട്ടാണ് ഓടി വന്നേക്കണം. അമ്മ എനിക്ക് പേടിയാവണ്, ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മുറിയിലേക്ക് കയറിയുള്ളൂ. ഇവിടെ നോക്കിയപ്പോ ജെല്ലിക്കെ കൂടി നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. സാധാരണ പെട്ടെന്ന് വന്നപ്പോ ഇത് ജനലിന്റെ കർട്ടൻ നോക്കി വെച്ചേക്കുമായിരുന്നു, ഒരാളെയും കാണുന്നില്ല. അപ്പൊ വന്നപ്പോ അതിന് പോകുന്നത് നോക്കിയാൽ കുറ്റിയിട്ടാണ് പോയത്. ഈ ഫ്രണ്ടിൽ ഇത്രയും ഇപ്പൊ ഞങ്ങളുടെ ഒരു വീട്ടില് ഞങ്ങളുടെ വരാന്തയില് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് കയറേണ്ട അധികാരം. അപ്പൊ ഇത്രയും ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ല. നോക്കുമ്പോ തൊട്ട് ഫ്രണ്ടിൽ കയറി നിൽക്കുവാണ്. ഞാൻ ഒരു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. സംഭവം ഈ ഒരു സഹോദരി കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തിട്ട്, പഴം ഏതാണ്ട് കൊടുത്തിട്ട് കസേരയിൽ ഇരുത്തിയിട്ട് അവർ അകത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു അമ്മേ ഡോറങ്ങ് അടച്ചേക്ക്, കുഞ്ഞിന് പേടിയാവുന്നു, കതവ് തുറന്നിട്ടിരിക്കുമ്പോൾ. ചെറിയ മക്കളല്ലേ, അപ്പോൾ രാത്രിയാണെന്ന് തോന്നുന്നു, ഇരുട്ടാണ് ചുറ്റും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാവണമല്ലോ കുഞ്ഞിന് പേടിയാവുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ അമ്മ കതവ് ഡോർ അടച്ചിട്ട് നേരെ അടുക്കളയിലോ മറ്റോ പോയിരിക്കുന്നു. അപ്പോൾ മറ്റേ ചെറിയ കുട്ടി, വേറൊരു കുട്ടിയും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ വേറെ ഒരു ലേഡി, ഒരു നാടോടി സ്ത്രീ വന്നിട്ട് ആ വാതിലിൻ്റെ അല്ല, അവർ വന്നിട്ട് ആ ജനലിൻ്റെ ഭാഗത്തൂടെ നോക്കി എടുക്കുകയും ചെയ്യും, അങ്ങനെ ഏതാണ്ട് ചെയ്തു. അപ്പോൾ ഇത് കണ്ടിട്ട് കുഞ്ഞിന് പേടിയായി. കുഞ്ഞ് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം കുഞ്ഞ് പറയുന്നു അമ്മേ എനിക്ക് ഭയമാകുന്നു, അവിടെ ഇതുപോലെ ആരോ നോക്കുന്നു എന്നങ്ങോട്ട് പറയുന്നു. അങ്ങനെ നമ്മുടെ അമ്മ അങ്ങോട്ട് ചെല്ലുന്ന കാര്യമാണ് ഇദ്ദേഹത്തോട് പറയുന്നത് കേട്ടോ. സാധാരണ ഇവര് ഇതൊക്കെ എടുക്കാൻ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇവര് വളരെ കാമായിട്ട് നിൽക്കുന്ന ആളാണ്. അത് ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ നോക്കണം. തുറക്കുമ്പോ തന്നെ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒന്നും വിട്ടപ്പോഴൊന്നും തന്നെ വാലടച്ച് കുറ്റിയിട്ട് എന്നിട്ടാണ് ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കൊച്ചകത്തായിരുന്നു നിങ്ങൾ അകത്തുനിന്ന് കൊച്ചിട്ടിട്ടാണ് കൊച്ചിനകത്ത് ഇരുത്തിയിരിക്കുന്നത്.
ജെല്ലിക്കൂടാണ് ഇവര് ഈ ശ്രമം നടത്തിയത്. അപ്പൊ കൊച്ചോടി വന്നതുകൊണ്ട് എന്തോ സൗണ്ട് കേട്ടുന്നില്ല. ഇനി എനിക്കറിയില്ല അവർക്ക് ലോക്ക് ഇങ്ങനെ അവർ ആ സൗണ്ട് കേട്ടതാണ് കൊച്ചു തിരിഞ്ഞു നോക്കിയത്. മോളിൽ കുറ്റിയിടുന്നത് കൊണ്ട് ലോക്ക് ഒച്ച കേട്ടാണ് എന്തോ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടില്ല ആദ്യം. രണ്ടാമത് പിന്നെയും നോക്കിയപ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ച് ഇങ്ങനെ എന്തോ സൗണ്ട് ഉണ്ടാക്കി വിളിച്ചു കഴിഞ്ഞപ്പോ ആവാന്നും പറഞ്ഞ് വിളിച്ച് ജനലിന്റെ ഉള്ളിൽ കൂടെ വിളിച്ച് കുഞ്ഞടുത്തേക്ക് വന്നു. ഇല്ല ഓടി എന്റെ അടുത്തേക്ക് വന്നു, റൂമിലേക്ക് വന്നു. ഞാനിവിടെ നിൽക്കണ്ടായിരുന്നു. എന്ത് പോക്കത്തരുമെന്ന് നോക്കൂ. ഈ വന്ന ഭിക്ഷാടനത്തിലുള്ള ആള് ജനലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുഞ്ഞിനെ കൈ നീട്ടി ഇങ്ങനെ വിളിച്ചിട്ട് വാ വാ എന്ന് പറഞ്ഞ് വിളിച്ചത്രേ. ഇത് കണ്ടപ്പോൾ കുഞ്ഞ് പേടിച്ചു. അങ്ങനെ കുഞ്ഞ് നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി എന്നാണ് അമ്മ പറയുന്നത്. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അകത്താക്കി നിങ്ങൾ അകത്ത് നിന്ന് മറ്റേ ഡോർ അടച്ചു. അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതി. ഇവരിവിടെ നിൽക്കണേയിരുന്നു. എത്ര മണി സമയമായിരുന്നത്? 9 ആ ഒരു സമയം രാവിലെ ആയിരുന്നു. അതിനുശേഷവും കൊച്ചു ആ ഒരു രാവിലെ ഇപ്പൊ അതിന് വോമിറ്റിങ്ങും തലവേദനയൊക്കെ അതെങ്ങനെയാണത്? അന്നേരം മുതൽ ടെൻഷൻ അടിച്ചടിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ചോദിക്കുന്നത് അതിനെ പിടിച്ച. എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ എനിക്ക് ആ ഒരു ഫേസ് കാരണം അതിന് ശരിക്കും തൊട്ടടുത്ത് വന്ന് ഇപ്പൊ സാറ് നിൽക്കുന്നതിന്റെ ഇത്തിരി കൂടി ഒരു അടുത്ത് വരെ അത് അവര് നോർമലി ഒരു നല്ല സ്റ്റാൻഡേർഡ് ബസ് ആണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ വരില്ല. എന്ന് വെച്ചാൽ മൊത്തം നാടോടി. പക്ഷെ അവരുടെ ഫേസ് ഭയങ്കര ക്രൂവലാണ്. നമുക്ക് പേടി. നമ്മളിപ്പോ സാധാരണ രീതിയിൽ നമ്മൾ കാണാറുണ്ട് ഈ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ, രാജസ്ഥാനി എന്നൊക്കെ അങ്ങനെയുള്ള വരുന്നത്, അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെ കണ്ട് നമുക്ക് പെണ്ണെ കണ്ടി നമുക്ക് ഒരു ഐഡിയ ഉണ്ട് തമിഴ്നാട്ടുകാരിയാണോ അങ്ങനെയൊക്കെ. പക്ഷെ ആ ഫോട്ടോയിൽ കണ്ടിട്ട് അതൊരു വല്ലാത്തൊരു അവരിത്രയും കവർ ചെയ്തിട്ട് അവരുടെ ഭയങ്കര പേടിയാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒരു പേടിയാവും. എന്താ ഇവർ സംസാരിച്ചത്? അവരൊന്നും സംസാരിച്ചില്ല. അവരിങ്ങനെ മിണ്ടില്ല. എന്റെ അടുത്ത് ഇങ്ങനെ കൈ കാണിച്ചോണ്ടും അവരുടെ കയ്യിലൊരു കിറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണിച്ചു. അപ്പൊ തന്നെ ഞാൻ അവര് ഇറങ്ങണ കണ്ടുപിടി നിന്നിട്ട് ഞാൻ അപ്പുറത്തെ അച്ഛൻ്റെ ഒക്കെ മുറിയുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോ അവര് ഈ അത്രയും സ്പീഡിൽ അവിടെ എത്തി. നേരെ നടന്നു വഴിയിൽ. പിന്നെ നാട്ടുകാരുടെ പറഞ്ഞു നിങ്ങൾ? ഞാൻ ആദ്യം തന്നെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ് ചെയ്തത്. ഈ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങി അന്വേഷിച്ചിട്ട് പിന്നെ കിട്ടിയില്ല? ഇല്ലെന്നാണ് പറഞ്ഞത്. അന്വേഷണം പറഞ്ഞു. അപ്പൊ പല വീട്ടിലും അവരിന്ന് ചെന്നിട്ടുണ്ട്. അവർ സംസാരിച്ചില്ല. അവരുടെ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അവർ സംസാരിച്ചിട്ടില്ല. അവരിങ്ങനെ കൈ കാണിച്ചിട്ട് പറയുകയാണ് ചെയ്തത്. അവർക്ക് ഭയങ്കര ക്രൂവലാണ്. അവർ ഇവിടെ കൂടി ഒക്കെ പോണ ആൾക്കാരെന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കും. ഇത് അവരതൊന്നും അല്ല ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മുഴുവൻ പേരുടെ ശിവാദ്യ അല്ലെ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അവിടെ ഇപ്പൊ UKG. ഞാനും രണ്ടു പേർക്ക് പറയാം കൊച്ചിന്റെ ആശ്വാസമായിട്ട്. മോളെ മകളുടെ പേര് ജെയിംസ് എന്നാണ്. ഇപ്പൊ മോളെ വന്ന് കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീനെ നമ്മൾ തപ്പി പിടിച്ച് എടുക്കും കേട്ടോ. ഇതാണ് മോളെ ചോദിക്കാം. ഓക്കെ, മോളുടെ പേരെന്തായിരുന്നു? ശിവാദ്യ. അപ്പൊ മക്കള് ഒന്ന് ചെറുതായിട്ട് പിടിച്ചു പോകും. അതിനെ പിടിച്ചൊന്നും വേണ്ട. കംപ്ലീറ്റ് ചേട്ടന്മാരും ചേച്ചിമാരും കൂടെ കാണിച്ചിട്ടുണ്ടോ? മുഴുവൻ ഈ നാട്ടുകാർ മുഴുവൻ നിൽക്കുക. നോക്കി കേട്ടോ, കംപ്ലീറ്റ് അവിടെ നിൽക്കുക. ഒന്നും വരില്ല കേട്ടോ. ഇന്ന് രാത്രി തന്നെ ഇപ്പൊ തന്നെ ഏകദേശം പിടിച്ചപ്പെട്ടാണ് ആ സ്ത്രീനെ കേട്ടോ. കുഞ്ഞി പഠിക്കുന്നു വേണ്ട. നമുക്ക് അതിന്റെ ഏത് ക്ലാസ് പഠിക്കുന്നത്? UKG. നമുക്ക് നല്ല മാർക്ക് മേടിച്ചിട്ട് 1ാം ക്ലാസ്സിലേക്ക് ആയിട്ട് പിന്നെ 2ാം ക്ലാസ്സിലേക്ക് ആയിട്ട് പിന്നെ 3ാം ക്ലാസ്സിലേക്ക് ആയിട്ട് 10ാം ക്ലാസ്സിൽ പോയിട്ട് സൂപ്പറായിട്ട് അടിച്ചുപിടിച്ച് പഠിക്കണം. അപ്പൊ പേടിയ പിള്ളേരും എല്ലാം മറന്നേക്കും. അതെല്ലാം മറന്നേക്കും കേട്ടിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ മെഡിക്കൽ എടുക്കാൻ തുടങ്ങി കേട്ടോ. പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടല്ല ഈ കംപ്ലീറ്റ് ചേട്ടന്മാരെ ചേച്ചി വരും കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി തപ്പി എടുത്തിരിക്കും വരെ എല്ലാവരും തുടങ്ങി കേട്ടോ. ഈ പരിസരത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധ വേണം കേട്ടോ. നമ്മുടെ നാട്ടുകാർ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടെന്ന് ഇവിടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞിനെ ഇവിടെ ഇടല്ല. അങ്ങനെ നമ്മുടെ പ്രിയ സഹോദരൻ ജെയിംസ് കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ശേഷം അമ്മയുടെ അടുത്തേക്ക് ആക്കിയിട്ട് പിന്നീട് അവിടെ ഒത്തിരി പേരുമായിട്ട് ഈ ഒരു വിഷയം സംസാരിക്കുകയാണ്. അപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നാടോടി സ്ത്രീയാണെന്ന് പറയുന്നു. ഇവർ ഒട്ടുമിക്ക വീടുകളിലും ചെന്ന് ഭിക്ഷയ്ക്ക് ചെല്ലുന്ന രീതിയിൽ ചെന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അവരുടെ മുഖവും രീതികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, അവരെ കണ്ടാൽ ഒരുതരം പേടി തോന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇദ്ദേഹം ഇതിൻ്റെ ഒരു അന്വേഷണത്തിലാണ്. ഇനി ബാക്കി കാര്യം കൂടി കാണിച്ചു തരാം. അങ്ങനെ രാത്രി തന്നെ നമ്മുടെ സഹോദരൻ ജെയിംസ് ഭിക്ഷാടന മാഫിയകൾ കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് നമുക്ക് കാണാം.
ബന്ധമാണ്, സ്വന്തമാണോ ഒന്നും അറിയാൻ പാടില്ല. എത്രമാത്രം കഷ്ടമാണെന്ന് നോക്കി. ആരും ചോദിക്കാനൊന്നും പറയാനില്ല. ഈ കൂടുതലല്ല ഇതിലല്ല ഇത് ബിസിനസ്സാണ്, എല്ലാം ബിസിനസ്സാണ്. മനസ്സിലാവുന്നുണ്ട്? ബിസിനസ്സാണെന്നാണ് പറഞ്ഞത്. കണ്ണു കഴിഞ്ഞ പിള്ളേരെ അടിച്ചോളൂ. ഇവിടെ വന്നിട്ട് ഈ റോഡ് സൈഡിൽ ടെന്റ് കിട്ടിയിട്ട് കടപ്പാണ്. ഈ ബിസിനസ്സിൽ ഇവർക്ക് നല്ല വരുമാനമുണ്ട്. ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് അക്കോമഡേഷൻ ഇവർക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. ബിസിനസ് ആർക്കും ചെയ്യാം നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ ഈ പരിപാടിക്ക് വന്നിട്ട് ഇവിടെ ടെന്റ് അടിച്ച് കിടന്നിട്ട് രാവിലെ ആയി കഴിയുമ്പോൾ കുറച്ച് പേര് ബിസിനസ്, കുറച്ച് പേര് പല ഗ്രൂപ്പുകളായിട്ട് നിർത്തിയിട്ട് പിള്ളേരെ അടിച്ചോളൂ. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുള്ളൂ. ഈ കൂടുതലല്ലോ അത്രയും എവിടെയാണ് പോയി നമ്മൾ തപ്പിയെടുത്തേക്കും. എല്ലാവരും കൈകൂടെ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹം ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത്, അദ്ദേഹം അതിനകത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി കുട്ടികളെയും കൊണ്ടാണ് ഇവർ കിടക്കുന്നത്. പല സെക്ഷനുണ്ട് കുട്ടികൾ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ബിസിനസ് ആണെന്ന് പറയുകയാണ്. എന്താ ബിസിനസ്? നേരം വിളക്കുമ്പോൾ അയ്യാ വല്ലതും തരണേ എന്നും പറഞ്ഞിട്ട് പോകുന്നതാണ് ഇവരുടെ ബിസിനസ്. പിന്നെ കണ്ണ് തപ്പിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും താങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഒടുവിൽ പച്ചസാരി ഉടുത്ത ഒരു ലേഡിയെ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരെ നോക്കാനായിട്ട് പോകുക കേട്ടോ. അതുകൂടി കാണാം. ஏதாவது எங்கேயாவது பார்த்துச்சுன்னா அப்போதே போலீஸில் கூப்பிடணும். ஓகே, ബംഗാളികളായിട്ടുള്ള നാടോടികളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കപ്പടിച്ചിരുന്നോ? കലൂർ മെട്രോ സ്റ്റേഷനിലെ അടിയിലെ കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ആ മീഡിയയിൽ കിടന്നുറങ്ങുന്നത്. അവർക്കിടയിൽ അത് കൃത്യമായി പച്ചസാരി കൊടുത്ത ആ സ്ത്രീ ഞങ്ങളെ കണ്ട മാത്രയിൽ അവർ മുഖം മറയ്ക്കുവാൻ ശ്രമിച്ചു. പിന്നെ അവരുടെ കറുത്ത മുഷിഞ്ഞ ബ്ലാങ്കിന്റെ അടുത്ത് അടപടലെ മൂടിക്കിടന്നു. അവർ ഒന്നും അറിയാത്തതുപോലെ. അതെ, ഹലോ ഹലോ, ആ നോക്കുന്ന തുണിന്ന് മരിക്കും. ഇവരിപ്പോ നമ്മളെ കണ്ടപ്പോ പുറത്തു കൂടി കിടക്കാണ്. ഇപ്പൊ ഞങ്ങളെ കണ്ടപ്പോ പുറത്തു കൂടി കിടക്കുന്ന ഇവരെ വിളിച്ച് അവരെ വിളിച്ച് ഒന്ന് എഴുതേ ഇവരാണോ? ഇവരാണോ? നോക്കി ഇവരാണ്. ഒരുപാടുണ്ട്. ഈ പുറത്തുനിന്ന് മാറ്റി ഈ ബ്ലാങ്കറ്റ് മാറ്റി ഇവരെന്നാണല്ലേ? നാളെ ആളെ കിട്ടിയോ? ഓക്കെ, 114 വിളിക്കാമേ. അങ്ങനെ കണ്ടുപിടിച്ച് പുള്ളിക്കാരൻ കേട്ടോ. ശരിക്കും കേരള പോലീസിന് പോലും ഇല്ല ഇത്രയും ഉത്തരവാദിത്വം. കണ്ടുപിടിച്ചേ ആ സ്ത്രീ കലൂര് പാലത്തിൽ പെട്ടെന്ന് പോലീസിനോട് ഇങ്ങോട്ട് വരാൻ പറയാമോ? പിങ്ക് പോലീസ് ലേഡിയാണ്. പിങ്ക് പോലീസിനോട് വരാൻ പറഞ്ഞു. എന്തുകൂടി നമ്മുടെ നാട്ടില് ഈ ഭിക്ഷാന്തേഹികൾ മൊത്തം ഇവിടെ ഉണ്ടല്ലോ. രാവിലെ ഒരു വീട്ടിൽ കയറിയിട്ട് ആ സ്ത്രീ അതേ സാരിയിൽ അതേ ഡ്രസ്സിൽ പാലം തട്ടിയിട്ട് പിടിക്കും. ചിലപ്പോൾ മെമ്പർ പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾ എല്ലാവരും കൂടി വന്നവരെ കൈയോടെ പിടിക്കും. ഏറ്റവും കലൂർ മെട്രോ സ്റ്റേഷന്റെ അടിയിൽ നാണിക്കന്റെ പില്ലർ നടുക്ക് ഇവര് നാടുകളായിട്ട് ഇവിടെ ഉള്ളവരാണ്. ചിലപ്പോൾ വരും, ചിലപ്പോൾ പോകും. അങ്ങനെയാണ്. അങ്ങനെ അല്ലേ നോക്കി ഫോട്ടോ നോക്കി സൈഡിൽ പാടുണ്ട് അവരുടെ അതേ സാരി അതേ സെയിം സെറ്റ്. ഈ സ്ത്രീ ആണെന്ന് ആ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആ വീട്ടിലെ അമ്മ, ആ കുഞ്ഞിന്റെ അമ്മ അവർക്ക് അയച്ചു കൊടുത്തു. അവര് സ്ഥിരീകരിച്ചു എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു അല്ലേ? ഉറപ്പുള്ള ഇതാരാ ഇവരല്ലേ? പറ ആൻസർ. ഇതാരാണ്? ആണോ അല്ലേ? തമിഴാ? തമിഴ്
സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കാൻ തോന്നുകയാണ്, ശരിക്കും നമ്മളെ സംരക്ഷിക്കാനുള്ള, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഉറപ്പ് നൽകാനുള്ള നമ്മുടെ പോലീസുകാരൊക്കെ ഇവിടെ എന്ത് ചെയ്യാണ്? ആവശ്യത്തിലധികം പോലീസുകാരുണ്ട് നമുക്ക്. കേരള പോലീസ് എന്ന് പറയുന്നാൽ സുമ്മാവാ അല്ലല്ലോ. പക്ഷേ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ശരിക്കും ഇതുപോലെയുള്ള ഭിക്ഷാടന മാഫിയകളൊക്കെ എടുത്ത് ദൂരെ കളയാൻ ഇവരെ കൊണ്ടാവില്ലേ? അത് പിന്നെ എങ്ങനെ? മേലാളന്മാരുണ്ടല്ലോ, അതിഥി തൊഴിലാളികളല്ലേ, അവരെ തൊഴുതുകൊണ്ടിരിക്കണ്ടേ? അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ വരുള്ളൂ. അല്ല, ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമേ ഉള്ളൂ. ഈ പോലീസ് ഓഫീസർ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാമറമാനെ എന്തിനാണോ തല്ലാനായിട്ട് ലാത്തിയെടുത്തത്? അതാണ് ഇദ്ദേഹം വയലൻ്റ് ആയതും. ഇദ്ദേഹം ചോദിച്ചതും അതാണ്, എന്തിനാണ് ക്യാമറമാനെ എന്തിനാണ് തല്ലുന്നത്? അദ്ദേഹം എന്നയ്ക്കൊപ്പം വന്നതാണ്, തല്ലരുതെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ത്രീയുടെ കരച്ചിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത് കുറേ ഉണ്ട്, ഇത് മൊത്തം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, സത്യത്തിൽ നമ്മൾ വളരെയധികം കയറിയിരിക്കണം എന്നല്ല, കരുതിയിരിക്കണം. നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. ഇതുപോലെയുള്ള അവലേഷണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ പിന്നാമ്പുറം തേടി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ ജീവിക്കുന്നത് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ സ്വർണ്ണമോ പണമോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈവശത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക. ഇത്രയും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഗുഡ് നൈറ്റ്.